ഒരു മനുഷ്യനെ എപ്പോഴും തൻ്റെ ആഗ്രഹങ്ങളെ ദൈവത്തോട് പറഞ്ഞ് അവൻ പ്രാർത്ഥിക്കുമായിരുന്നു. അവൻ്റെ ആഗ്രഹങ്ങളെല്ലാം ദൈവം സാധിച്ചു കൊടുക്കുകയും അവൻ ചോദിക്കുന്നതൊക്കെ ദൈവം അവന് കൊടുത്തുകൊണ്ടിരിക്കുകയും ചെയ്തു. അങ്ങനെ അവൻ്റെ ആയുസ് തീരാറായപ്പോൾ അവൻ്റെ അടുത്ത് ദൈവം വന്നിട്ട് ദൈവം അവനോട് ചോദിച്ചു, ഞാൻ തന്നതൊക്കെ നീ ഉപയോഗിച്ചോ? നീ അതിൽ സംതൃപ്തനായിരുന്നോ? ദൈവത്തോട് അവൻ ഇപ്രകാരം പറഞ്ഞു, നീ തന്നതെല്ലാം എനിക്ക് ഉപയോഗിക്കാൻ സാധിച്ചില്ല, ഞാൻ സംതൃപ്തനല്ല എന്ന്. ദൈവം ചോദിച്ചു, എന്തുകൊണ്ടാണ് നീ സംതൃപ്തനല്ലാത്തത്? അവൻ പറഞ്ഞു, എൻ്റെ ആഗ്രഹങ്ങളൊന്നും തീർന്നിട്ടില്ല എന്ന് പറഞ്ഞു. ദൈവം പറഞ്ഞു, നിൻ്റെ ഭൂമിയിലെ ജീവിതം തീരാറായി, നീ എന്തുകൊണ്ടാണ് സംതൃപ്തനാകാതിരുന്നത്? ഞാൻ തന്നതൊന്നും നീ ഉപയോഗിക്കാതിരിക്കുകയും വീണ്ടും വീണ്ടും നിൻ്റെ ആഗ്രഹങ്ങൾ നീ എന്നോട് പറയുകയും ചെയ്തുകൊണ്ടിരുന്നു. അതുകൊണ്ടാണ് നീ ഒരിക്കലും സംതൃപ്തനാകാതിരിക്കുകയും നിനക്ക് സന്തോഷം അനുഭവിക്കുവാൻ സാധിക്കാതിരിക്കുകയും ചെയ്തത്. എന്നിട്ട് ദൈവം അവനോട് ഒരു കാര്യം പറഞ്ഞു, നിനക്കറിയാമോ ഈ ഭൂമിയിലെ ഏറ്റവും വലിയ സന്തോഷവും സൗഭാഗ്യവും അനുഭവിക്കുന്നത് ആരാണ് എന്ന് അവൻ ചോദിച്ചു. ആരാണ്? ദൈവം പറഞ്ഞു, ഉള്ളതുകൊണ്ട് സംതൃപ്തിപ്പെടുന്നവൻ, കിട്ടിയതിൽ സംതൃപ്തി കണ്ടെത്തുന്നവൻ, കിട്ടിയതിൽ സംതൃപ്തി കണ്ടെത്തി സന്തോഷത്തോടെ കഴിയുന്നവനാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമുള്ള മനുഷ്യൻ എന്ന് പറയുന്നത്. എന്നാൽ നീ അങ്ങനെ ആയിരുന്നില്ല. നിനക്ക് ഞാൻ തന്നതിലൊന്നും സംതൃപ്തി കാണാതെ അതെല്ലാം നീ മാറ്റിവെച്ചിട്ട് അതിലൊന്ന് തൊടുക പോലും ചെയ്യാതെ നീ വീണ്ടും വീണ്ടും നിൻ്റെ ആഗ്രഹങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. സ്നേഹമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇത് തന്നെയാണ് ഇന്നും സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മൾ മനോഹരമായ ഒരു നാടക ഗാനം, അതിൻ്റെ വരികൾ കേട്ടിട്ടില്ലേ? കിട്ടും വകയിൽ തൃപ്തിയാകാതെ, കിട്ടാത്തതിനായി കൈനീട്ടാതെ, കർമ്മം ചെയ്യുക നമ്മുടെ ലക്ഷ്യം, കർമ്മഫലം തരും ഈശ്വരനല്ലോ. ഈശ്വര ചിന്ത ഇതൊന്നേ മനുജന് ശാശ്വതമേ ഉലകിൽ. ഇന്നും ദൈവം നമ്മളോട് ഓരോരുത്തരോടും ഇതേ ചോദ്യം ചോദിക്കുക. ഞാൻ തന്നത് നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടോ? ഞാൻ തന്നതിൽ നിങ്ങൾ സംതൃപ്തരാണോ? ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാൻ ആരാണ്? കിട്ടിയതിൽ സംതൃപ്തി കണ്ടെത്തുന്നവൻ, കിട്ടിയത് അനുഭവിച്ച് സന്തോഷം കണ്ടെത്തി കടന്നു പോകുന്നവൻ. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.